ഹലോ എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. ഇന്നും ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു വലിയൊരു പാർക്കുണ്ട്, ആ പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആ പാർക്കിൽ പോകണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. കാരണം എൻ്റെ മക്കൾ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതൊക്കെ മറന്നു പോകുന്നു. അവിടെ പോയിട്ടില്ല, ഇവിടെ പോയിട്ടില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇനി പോകുന്നിടത്തൊക്കെ ഓരോ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ കാണിച്ചു കൊടുക്കാമല്ലോ, ദേ നിങ്ങൾ പോയായിരുന്നു ഇവിടെ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ പാർക്കിൽ പോകുന്ന വീഡിയോ എടുക്കാം. അപ്പൊ അങ്ങനെ എന്താ കാണിച്ച എന്തോ കാണിച്ചു എന്താന്നുള്ളത് ഞാൻ പിന്നീട് കാണുന്നതായിരിക്കും വീഡിയോയില്. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യും കേട്ടോ. എനിവേസ്, അപ്പൊ നമ്മള് പാർക്കിലേക്ക് പോവാണ്. പാർക്കിൽ എത്തിയിട്ട് കാണാം. റോയിച്ചൻ റെഡി, പിള്ളേർ സെറ്റ് റെഡി. പിള്ളേരെ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ ഞങ്ങളും റെഡി, ഞങ്ങൾ പോവാണ്. നിങ്ങളും റെഡി അല്ലേ എല്ലാം കാണാൻ? അപ്പൊ ദാ പാർക്കിലേക്ക് പോവാം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ പാർക്കിലേക്ക് എത്തി. ഞങ്ങളെല്ലാവരും ആരുമ റോഡ് മുൻപേ പോയി. ഇതാ കാണുന്നതാണ് ബിഗ് പാർക്ക്. അത്യാവശ്യം ബിഗ് ആണല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സ്കൂളിലെ പാർക്കായത്. ബിഷപ്പ് ഡേവിഡ് സ്കൂളിലെ പാർക്കാണ്. എനിവേസ് നല്ല പാർക്കാണ്. മണലില്ല, ഭാഗ്യം. മറ്റേ ചരള, മറ്റേ സാധന വുഡ് ചിപ്സാ. അതുകൊണ്ട് തന്നെ ഡേർട്ടി ആവില്ല അധികം, രക്ഷപ്പെട്ടു. ഓക്കെ, എനിവേസ് അവരവരുടെ കളി തുടങ്ങട്ടെ. ഞാനും റോണും അയറും എങ്ങോട്ടൊന്നില്ലാതെ എന്തെന്നില്ലാതെ പോവുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല, കുറേ കണ്ടതുകൊണ്ട് അല്ലേ. അവന് പരിചയമില്ലാത്തതുകൊണ്ട്. അതെ, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് അവന്. ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നു. ഓ, റോണ് സ്പിൻ ചെയ്തൊക്കെ തുടങ്ങി. ഓ, വന്നപ്പോഴത്തേക്ക് ഓടിപ്പോയി. ഓ വാ. തുടക്കത്തിൽ റോണും അയറും ഒരു ഇത്തിരി ഒന്ന് പമ്മി നിന്നോട്ടോ. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഈ പാർക്കിൽ വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേരൻസും ഒരുപാട് കുട്ടികളും ഒക്കെ ആയിട്ട് അവർക്ക് അറിയില്ലല്ലോ ആരെയും. പതുക്കെ റോണും അയറും സെറ്റായി തുടങ്ങിയെന്ന് ഞങ്ങൾ കണ്ടു. അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പം അയറൂട്ടിക്ക് ചെറിയൊരു ഹെൽപ്പിൻ്റെ ആവശ്യം വന്നതുപോലെ തോന്നിയതുകൊണ്ട് റോയിച്ചനെ ഞാൻ അയറൂട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു വിട്ടു. റോണു പിന്നെ തനിയെ എല്ലാം ചെയ്തോളൂല്ലോ, അവനൊരു കൂട്ട് കിട്ടിയാൽ മതി. അപ്പോൾ റോയിച്ചൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും അവർ രണ്ടുപേരും നല്ല എനർജറ്റിക്കായി മാറി. അപ്പോൾ പിന്നെ ഞങ്ങളും ഒന്നും നോക്കിയില്ല, ഞങ്ങളും എൻജോയ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി ഞാൻ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ എനിക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ അറിയില്ല കേട്ടോ. എനിക്കും ഇതിനകത്തൊക്കെ എൻജോയ് ചെയ്യാനും പിള്ളേരുടെ കൂടെ പിള്ളേരായിട്ട് തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഏത് കൂട്ടത്തിൽ കൊണ്ടിട്ടാലും ഞാൻ ആ കൂട്ടത്തിലുള്ളവരുടെ പോലെ ആവാനായിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പിള്ളേരോടൊപ്പം പ്ലേ ഗ്രൗണ്ടിൽ നല്ലതുപോലെ എൻജോയ് ചെയ്തു. പിന്നെ ഞാനും ഒരു പിള്ളയാണല്ലോ, എൻ്റെ അപ്പയുടെയും അമ്മയുടെയും. അല്ലേ അപ്പയമ്മേ? ഞാൻ അവരോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലുതായില്ലേടി എന്നൊക്കെ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കും. നിനക്ക് നാണാവില്ലേടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്തിന്, ഞാനിപ്പോഴും ഒരു പിള്ള തന്നെയല്ലേ നിങ്ങളുടെ എന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയാൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും റോണും അയറും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും സഹിച്ചില്ല. ഞാനും എടിപിടി ഓടി നടന്ന് ചാടി നടന്ന് ഒക്കെ എൻജോയ് ചെയ്തു. വീഡിയോ ആരും മിസ് ചെയ്യാതെ കണ്ടോളൂ, ഹൈലൈറ്റ്സ് വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. Are you sure? Yeah, I can do this. Okay, we'll try. You can. You try. Put your feet in that hole. Yeah, good girl. Down there, yeah. Good. Up there. Yeah, good. Good. ഇപ്പുറം ഒന്ന് പിടിച്ചോട്ടോ. Now it's swirling. Okay. Is it not easy? Oops. Are you okay? Yeah. You're fine. താഴെ ഇറങ്ങിക്കോ ശശി. പാലാരിവട്ടം ശശി, താഴെ ഇറങ്ങിക്കോ. തല പിടിച്ചു അതിൻ്റെ ഇടയ്ക്ക്, കണ്ടില്ല, വീഡിയോയിൽ കാണാം. Oh, you're climbing down, Ayru. Good girl. പപ്പയും മോളും കൂടെ എൻജോയ് ചെയ്യണം. അമ്മേനെ ക്യാമറാമാൻ ആക്കിയിട്ട് ഇന്ന്. അമ്മയാണ് നോർമലി പാർക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഗുഡ്. ഇനി കുറച്ച് എൻ്റെ ലീലാവിലാസങ്ങൾ. ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. Practice makes man perfect. I don't know. Not because of that. Because my hands are sweaty. Come on, കുഞ്ഞ്. മറ്റേ ഒറ്റ ചാട്ടത്തിൽ അവിടെ പോയി. Yeah, it's sweating. I'll do. Rono, I'll do. You sit like that? Amma will go down. It's up! It's up! ഇവിടെ വാ. അവനെ പിടിക്കുക. I'm heavier than him, right? Go, do it. Just do it. Just sit down. Just sit down. I will go down, then you can come down. Just sit down. I can. Just sit down. Then you will be up. See? Okay, do this. Ah, അങ്ങനെ കിട്ടി. എടാ നീ എഴുന്നേറ്റിരിക്കല്ലേ? ഇരുന്നോ, ഞാനിവിടെ ഇരിക്കാം. അയ്യോ, ready? Ooh. Done? Yeah. ആദ്യം പാർക്കിൽ വന്നപ്പോൾ പേടിച്ച് പറിച്ച് പോയ ആൾ രണ്ടാമത് ഇതിലെ നല്ല ഈസി ആയിട്ടാണ് കേട്ടോ പോയത്. ആൾ ശരിക്കും എൻജോയ് ചെയ്തു. ആൾക്ക് ജമ്പിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഐറൂട്ടിയും റോണും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ എല്ലാം. അപ്പോൾ എന്തായാലും ഞങ്ങളിത് എൻജോയ് ചെയ്തു. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഈ ഒരു സ്കൂള് നമുക്ക് ഒട്ടും ഡേർട്ടി ഫീൽ ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ പോകുന്ന പ്ലേ ഗ്രൗണ്ട് എല്ലാം സാൻഡ് ഇട്ടതാണ്. അതെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഡേർട്ടി ആവും. കാല് സോക്സിൻ്റെ ഉള്ളിലൊക്കെ സാൻഡ് കയറിയിട്ട് ഷൂ ഒക്കെ ക്ലീൻ ആക്കാൻ പിന്നെ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പാർക്കിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലില്ല. കാരണം വുഡ് ചിപ്സ് ആയതുകൊണ്ട് തന്നെ സാൻഡ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡേർട്ടി ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കറങ്ങുന്ന സാധനം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് തീരെ കുഞ്ഞു കുട്ടികൾക്ക്. കാരണം ഇത് കറങ്ങുമ്പോൾ അവർ നിന്നിട്ടാണ് അത് ഹോൾഡ് ചെയ്തിട്ട്, നിന്നിട്ടും ചെയ്യാം ഇരുന്നിട്ടും ചെയ്യാം. അതിൽ നിന്നിട്ട് ചെയ്താൽ ഭയങ്കര റിസ്ക്കിയാണ്, തെറിച്ച് പോകാൻ വരെ ചാൻസ് ഉണ്ടതായിട്ട് എനിക്ക് തോന്നി, എസ്പെഷ്യലി പിള്ളേർ സ്പീഡിൽ കറക്കുമ്പോൾ. അതേസമയം ഇരുന്നിട്ടാണെങ്കിൽ പിന്നെയും നന്നായിട്ടൊക്കെ ഹോൾഡ് ചെയ്താൽ അത്ര ഇതായിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാലും തീരെ കുഞ്ഞു കുട്ടികൾ കയറാതിരിക്കുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ സ്വിങ്ങിൽ പോയത്. ഞാനായാലും റോണും ആയാലും ഐറും ആയാലും സ്വിങ് കണ്ട ഭ്രാന്താണ് ഞങ്ങൾക്ക്. അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ സ്വിങ്. റോണുവിനെ പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ പഠിപ്പിച്ചു എങ്ങനെയാണ് സ്വയം ആടേണ്ടതെന്ന്. അതുകൊണ്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അവൻ സ്വന്തമായിട്ട് സ്പീഡ് ആയിക്കോളും. ഐറുവിനെ പിന്നെ നമ്മൾ കൂടെ നിന്ന് പുഷ് ചെയ്യണം. പക്ഷെ ഇവർ ആടുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങ് സഹി കെട്ടിട്ട് ഞാൻ റോണുവിനോട് പറഞ്ഞു, എടാ പ്ലീസ് എനിക്കൊരു 5 താന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് അവനെ ഞാൻ വേറെ കളിക്കാനൊക്കെ വിട്ടു. എന്നിട്ട് ഞാൻ സ്വിങ്ങിൽ ആടാൻ തുടങ്ങി കേട്ടോ. എനിക്ക് സ്വിങ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ മുതൽ പാർക്കിൽ പ്ലേ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ സ്വിങ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട. ഞാൻ ആ സ്വിങ്ങിൽ മണിക്കൂറുകൾ നിന്ന് ആടിക്കോളും. എല്ലാം മറന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ ഞാൻ സ്വിങ്ങിൽ ചെയ്യുന്നത്. പാവട്ടോ റോണു, അവൻ ഞാൻ ചോദിച്ച വഴി എനിക്ക് സ്വിങ്ങൊക്കെ തന്നു ആടിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവൻ വേറെയൊക്കെ പോയി കളിച്ചു. പക്ഷെ തിരിച്ചു വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. എനിവേസ് എല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അതാ ഞങ്ങൾ ഹാഫ് ആൻ അവർ പാർക്കിൽ എൻജോയ് ചെയ്തു. നല്ല വിൻഡിയാണ്, നല്ല തണുപ്പുണ്ട് വിൻഡിന്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പാർക്കിൽ. പിള്ളേർ നല്ല ടയർഡായി, ഞങ്ങൾ നല്ല ടയർഡായി. നേരെ ചെല്ലുന്നു, കുളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടക്കുന്നു. വമ്പൻ പ്ലാനൊക്കെയാണ്. ഇത് എങ്ങനെ സക്സസ് ആവുമെന്ന് അറിയാൻ പാടില്ല. സ്റ്റിൽ ഞങ്ങളിത് ആ പാർക്കിൽ നിന്ന് പോവുകയാണ് വീട്ടിലേക്ക്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സേ ബൈ. Bye. Bye bye.